So last Sunday, we learned that Christian life is a life of growth. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതമാണ്. If you are not growing in your Christian life, something is wrong with your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിന് പറയത്തക്കതായ ഒരു വളർച്ചയും ഇല്ല എങ്കിൽ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. Something is wrong. എന്തൊക്കെയോ പാളിച്ചകൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ. In one of the parables, Jesus said that a sower went to sow the seeds. കർത്താവ് ഒരു ഉപമ അതിനോടുള്ള ബന്ധത്തിൽ പറയുകയുണ്ടായി. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. The seed had the potentiality to grow. വിതക്കാരൻ വിതച്ച വിത്തിന് വളരാനുള്ള ഒരു വലിയ ശക്തി അതിനകത്തുണ്ടായിരുന്നു. And the seed is sowed or planted to grow. വിതക്കാരൻ വിത്ത് വിതച്ചത് അത് വളരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരുന്നു. But there are certain obstacles that the seed could not grow and bring forth fruits. പക്ഷേ ആ വിത്തിനെ അതിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന വളർച്ച പ്രാപിക്കാതിരിക്കേണ്ടുന്നതിന് ചില തടസ്സങ്ങൾ ആ വിതക്കാരൻ വിത്ത് വിതച്ച ചില ഘട്ടങ്ങളിൽ അനുഭവപ്പെട്ടു. In the same manner, Christian life is a life which has got the potentiality to grow in this world. അതേ അളവിൽ തന്നെ വചനമെന്ന വിത്ത് ഉള്ളിൽ പ്രാപിച്ച ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരുവാൻ വേണ്ടി തന്നെ കർത്താവ് രൂപകൽപ്പന ചെയ്തതാണ്. If you are not growing in your Christian life, something is wrong with your Christian life. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇതുവരെയും പ്രകടമായ ഒരു വളർച്ച നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. Look into the parable. You can see what were the obstacles that made that seed not to grow. ആ വിതക്കാരൻ്റെ ഉപമയിൽ തന്നെ ആ വിതക്കാരൻ വിതച്ച വിത്ത് വളർന്നു വലുതാകാതിരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. We are not going to look into that area. നമ്മൾ ആ ഒരു ഘട്ടത്തെക്കുറിച്ചല്ല വിശദമായി പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. I took those passages as an illustration to prove that Christian life is a life that has to grow. ഞാൻ അതിനെക്കുറിച്ചല്ല പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ആ ഒരു ഉപമ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ജീവിതമാണ്. Here Apostle Peter says there are certain things that you have to do to grow. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ചില മേഖലകളിൽ, ചില മണ്ഡലങ്ങളിൽ നിങ്ങൾ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു. If the child is not growing properly, it's called because of malnutrition. കാരണം ഒരു ശിശു, ഒരു കുഞ്ഞ് വേണ്ടും വിധത്തിൽ വളർന്നില്ല എങ്കിൽ അതിനർത്ഥം അതിന് പോഷകാംശങ്ങൾ കുറവുള്ള ഒരു കുഞ്ഞാണ് അത് എന്നുള്ളതാണ്. In the same manner, if you are not growing spiritually, there is a spiritual malnutrition happening in your life. അതുപോലെ തന്നെ ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് ആത്മീകമായി വളരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എപ്പോഴും പഴയ അതേ ഘട്ടത്തിൽ തന്നെയാണ് നിങ്ങളെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആത്മീക പോഷണത്തിന് എന്തൊക്കെയോ ന്യൂനതകളുണ്ട്. You are not getting proper word that enables you to grow. വളർച്ചയ്ക്ക് ആവശ്യമായ കൃത്യമായ വ്യക്തമായ ഒരു പഥ്യോപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വളർച്ചയുടെ മുരടിപ്പിന്റെ കാരണം. Peter very clearly says, if you want to grow, you have to drink the word, unadulterated word, so that you can grow properly. വളരെ വ്യക്തമായി തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയ്ക്കോട് പ്രബോധിപ്പിക്കുന്നത്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നിങ്ങൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ പരിശ്രമിക്കുക. So what does it mean? There are adulterated milk and unadulterated milk. കൃത്യമായും മായമില്ലാത്ത പാൽ എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിച്ചപ്പോൾ അർത്ഥാൽ മായം കലർത്തിയ പാലും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. And Paul very clearly says we are not those. Once Paul said we are not like those people who preach gospel, preach unadulterated gospel. ഒരിക്കൽ പൗലോസും ഇതേ ആശയം തന്നെ ദൈവസഭയോട് പങ്കുവച്ചു. ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വചനത്തിൽ കൂട്ടുചേർക്കുന്നവരല്ല ഞങ്ങളെന്ന് പൗലോസ് ഒരിക്കൽ പറയുകയുണ്ടായി. So when you hear a message, you have to examine it whether it is adulterated or unadulterated. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവസഭയെ, നിങ്ങളൊരു സന്ദേശം കേൾക്കുമ്പോൾ, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അത് മായം കലർത്തിയതാണോ അതോ
ശുദ്ധമായതാണോ എന്ന് നിങ്ങൾ വിവേചിച്ചറിയണം. Even in the days of the apostles and church fathers, there were doctrines which are adulterated in the word. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും പൂർവ്വപിതാക്കളുടെ കാലഘട്ടത്തിലും ദൈവസഭയിൽ ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുചേർക്കുന്ന മായം കലർത്തുന്ന വിപരീത ഉപദേശങ്ങൾ നിലനിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. Paul calls them wolves that will come and adulterate the believers. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ചെന്നായ്ക്കളെ പോലെ നിങ്ങൾക്കിടയിലേക്ക് കയറി വന്ന് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടർ എൻ്റെ കാലത്തിന് ശേഷം വരുമെന്ന്. And Paul again says, uses another term, false prophets. കള്ളപ്രവാചകന്മാരെന്നാണ് പൗലോസ് മറ്റൊരിടത്ത് ഇക്കൂട്ടരെ വിളിച്ചിരിക്കുന്നത്. So we have to be careful what we hear through media or from other people also. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഈ നാളുകളിൽ സുവിശേഷം എന്ന പേരിൽ കേൾക്കുന്നത് എന്താണ് എന്ന് തൊണ്ട തൊടാതെ നമ്മൾ വിഴുങ്ങരുത്. തിരുവെഴുത്തിൻ പ്രകാരം നമ്മൾ വിവേചിക്കണം. Paul in the book of Galatians said there is another gospel. How did you turn into another gospel? ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ധന്യനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നത് ആശ്ചര്യകരമെന്ന്. So there is one called the gospel called another gospel. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, സത്യസുവിശേഷത്തിനൊപ്പം തന്നെ മറ്റൊരു സുവിശേഷവും നിലവിലുണ്ട്. But if you want to grow spiritually, you should have unadulterated word of God. ദൈവവചനത്തിൽ മായം കലർത്താത്ത ദൈവവചനം കിട്ടുന്നെങ്കിൽ മാത്രമേ ശോഷിപ്പില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. I always tell to my Bible students that when Paul wrote this letter, there was no need of any commentary to the people. They understood it very plainly. ഞാൻ എപ്പോഴും എൻ്റെ പഠിതാക്കളോട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. പൗലോസ് ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് ഈ ലേഖനം എഴുതിയപ്പോൾ അതിനെ ചികഞ്ഞു പോകുവാനായി ഒരു വ്യാഖ്യാനത്തിൻ്റെയും ആവശ്യം പൗലോസ് ആർക്കാണോ ലേഖനം എഴുതിയത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. When John the Baptist preached about repentance and the fruits of the repentance, they didn't go anywhere else to find out what is the meaning of those things. സ്നാപക യോഹന്നാൻ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഫലം ഏതാണ് എന്ന് തിരഞ്ഞ് തൻ്റെ കേൾവിക്കാർക്ക് പോകേണ്ടി വന്നില്ല. കേട്ടവർക്ക് വ്യക്തമായി മനസ്സിലായി, ഒരുവൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ പുറപ്പെടുവിക്കേണ്ടുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന്. When Peter wrote this epistle to the saints, it was very clear for the people. They did not go and ask Peter again, hey, what did you mean by this? പത്രോസ് ദൈവസഭകൾക്ക് ഈ ലേഖനം എഴുതിയപ്പോൾ ഇതിനകത്ത് പരാമർശിച്ച കാര്യങ്ങൾ ഊന്നി പറഞ്ഞപ്പോൾ അതെന്താണ് എന്ന് വീണ്ടും ചോദിക്കുവാനായി ആർക്കും തന്നെ പത്രോസിന്റെ അടുത്തേക്ക് വേണ്ടി വന്നില്ല. അത്രമാത്രം സുതാര്യമായിരുന്നു, സ്പഷ്ടമായിരുന്നു. It was so plain and so clear. ആർക്കും ഗ്രഹിക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ലളിതമായിരുന്നു, ഒട്ടും ദുർഗ്രഹമായിരുന്നില്ല. So this is my humble request to the church members. എൻ്റെ സഭയിലെ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്, read the word of God. ദൈവത്തിന്റെ വചനം വായിക്കുക. Instead of spending the whole time before TV, read the word of God. നമ്മൾ അധിക സമയവും ടിവിക്ക് മുമ്പിൽ ഇരുന്ന് കബളിപ്പിക്കപ്പെടാതെ തിരുവെഴുത്ത് വായിക്കുക. You may be in front of the Christian TV or Christian media programs. ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് ആത്മീക ചാനൽ എന്ന് പറയുന്ന ചാനലുകൾ തന്നെയൊക്കെ ആയിരിക്കാം. But read the Bible. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നേരാവണ്ണം നടത്തുവാൻ കേൾപ്പുള്ള തിരുവെഴുത്തുകളെ നമ്മൾ പരിശോധിക്കുക. The Bible says the Holy Spirit will reveal the truth to you. ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് സത്യമെന്താണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. So Peter says if you want to grow spiritually, you need the word of God. അപ്പോസ്തലനായ പത്രോസ് ദൈവസഭകളോട് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആത്മീകമായി വളരുവാനുള്ള ഒരാത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക. You have to read the word of God and drink the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ പാനം ചെയ്യുക. As you grow older and older, നിങ്ങൾ വളർച്ച പ്രാപിച്ച് മുന്നേറുമ്പോൾ you need core food to grow.
പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്ക് കട്ടിയായ ഒരു ആഹാരം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. You need the meat to grow spiritually. പിന്നെ എല്ലായ്പ്പോഴും ഇട്ടിരിക്കുന്ന അടിസ്ഥാനമായ പ്രമാണങ്ങളെക്കാൾ കവിഞ്ഞ് മാംസാഹാരം, കട്ടിയായ ആഹാരം നിങ്ങൾക്ക് ആവശ്യമായിട്ട് So വരും. as a Christian, we have to grow in different areas of our life. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വളരണം. We discussed some of the things in last Sunday. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് വളരേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. We have to grow in the knowledge of Christ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ദൈവമക്കൾ ഓരോ ദിവസവും വളരണം. We have to know who Christ is. ക്രിസ്തു ആരാണെന്ന് നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കണം. We have to know what his mission was. തന്റെ ദൗത്യം എന്തായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. So we should have a knowledge. We have to grow in the knowledge of Christ. 2 Peter chapter 3 verse 18. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വരണം. Secondly, രണ്ടാമതായി we have to know in the grace of God, in the knowledge of grace. കർത്താവിന്റെ കൃപയെക്കുറിച്ച്, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുള്ളവരായിരിക്കണം. The manifold grace of God. വളരെ വ്യക്തമായി തന്നെ പത്രോസ് പറയുകയാണ് ദൈവത്തിന്റെ വിവിധങ്ങളായുള്ള കൃപ എന്ന്. The different measures of the grace of God. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് വ്യത്യസ്തങ്ങളായ മാനങ്ങളുണ്ട്. There is saving grace. ആ കൃപയ്ക്കകത്ത് നമ്മെ രക്ഷിക്കുന്ന കൃപയുണ്ട്. There is healing grace. നമ്മെ സൗഖ്യമാക്കുന്ന കൃപയുണ്ട്. There is reconciling grace. ദൈവത്തോട് നിരപ്പിക്കുന്ന കൃപയുണ്ട്. There is empowering grace. നമ്മെ ശക്തീകരിക്കുന്ന കൃപയുണ്ട്. There is keeping grace. വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന കൃപയുണ്ട്. There are different levels of grace that you can experience as a believer. ദൈവത്തിന്റെ അപാരമായ കൃപയ്ക്കകത്ത് ഒരു ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ തലത്തിലുമുള്ള സഹായങ്ങളും കൃപകളും അതിനകത്തുണ്ട്. So as a Christian you have to grow in the knowledge of the grace. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ വളർന്നു വരണം. And we learned that we have to grow in faith. അതോട് ചേർന്ന് നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് നമ്മൾക്ക് വളർച്ച ആവശ്യമായിട്ടുള്ള മറ്റൊരു തട്ടകം എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള വളർച്ചയാണ്. We have to grow deeper and deeper in the faith. ഓരോ ദിവസം കഴിയും തോറും വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നും ആഴത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ജീവിതാനുഭവം. Let me tell you something over here. ഇവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. We started our life by believing in Jesus or having faith in God. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ഈ വിശ്വാസ യാത്രയ്ക്ക് നമ്മൾ തുടക്കമിട്ടത്. And as you grow you will have the faith of God. അങ്ങനെയുള്ള വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും തുടങ്ങിയ നമ്മൾ ക്രിസ്തുവിന്റെ വിശ്വാസമുള്ളവരായി പരിണമിക്കും. When you come to that level, നിങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ you can do the great and marvelous things. നിങ്ങൾക്ക് വലിയതും വിശാലവുമായ കാര്യങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. You started with faith in God. തുടക്കം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നായിരുന്നു. And as you mature in your Christian life, ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ ക്രിസ്തുവിന്റെ തലയോളം വളരുന്ന ഈ പ്രക്രിയയിൽ you have the faith of God. പിന്നീട് നിങ്ങൾ എത്തപ്പെടുന്നത് ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിട്ടാണ്. And fourthly we learned that നാലാമതായി നമ്മൾ അതിനോട് ചേർത്ത് പഠിച്ചത് we have to grow in the power of God. ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ വളരണം. Bible says തിരുവെഴുത്ത് പറയുന്നു there is an immeasurable power of God waiting for us. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ അപാരമായ വലുപ്പം കാത്തിരിക്കുന്നു എന്ന്. There is an immeasurable power restored in our faith. നമ്മുടെ ഈ വിശ്വാസത്തിനകത്ത് അപാരമായ സാധ്യതകൾ അടങ്ങിയിട്ടുള്ള അളന്നു തിട്ടപ്പെടുത്താനാകാത്ത ദൈവശക്തിയുണ്ട്. And we have to know how powerful is the power that God has given to us. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശക്തിയാണ് നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഓരോ വിശ്വാസിയും പ്രാപിച്ചിരിക്കണം. And fifthly we learned അഞ്ചാമതായി നമ്മൾ പഠിച്ചത് we have to grow in the love of God. ദൈവ സ്നേഹത്തിൽ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും വളർന്നു വരണം. And when you will come to a point where 1 Corinthians 13 will be your lifestyle. നിശ്ചയമായും ഈ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ
പിന്നെ ജീവിതത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 13 അധ്യായമായിരിക്കും. You know, you will come to that point that your whole life will reflect Corinthians chapter 30, 1 Corinthians chapter 13. അങ്ങനെ ഒരു ഗതിമാനത്തിൽ ജീവിതം മുൻപോട്ട് നീർക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ജീവിതം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പരമകാഷ്ഠയായിരിക്കും. Growing in the love of God. ദൈവ സ്നേഹത്തിൽ വളർന്നു വരിക. Growing in the love of God. ദൈവ സ്നേഹത്തിൽ വളർന്നു വരിക. And sixthly we learned, ആറാമതായി നമ്മൾ പഠിച്ചത് we have to grow in loving one another. തമ്മിലുള്ള സ്നേഹത്തിലും നമ്മൾ മുതിർന്നു വരണം. That love means caring one another. ആ സ്നേഹം എന്ന് പറയുന്നത് കുഴയുന്നു എന്നൊരു തോന്നുമ്പോൾ മറ്റുള്ളവരെ താങ്ങുന്ന സ്നേഹമാണത്. It is a forgiving love. എന്തെങ്കിലും അനിഷ്ടമായത് പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഉണ്ട് എങ്കിൽ അവരോട് പൊറുക്കുന്ന സ്നേഹം. That's what's called the brotherly love. അതിനെയാണ് തിരുവെഴുത്ത് സഹോദര സ്നേഹം എന്ന് പേരിട്ട് വിളിക്കുന്നത്. Forgiving everything to my brother. എന്റെ സഹോദരൻ എനിക്ക് വേണ്ടി എന്നോട് ചെയ്ത സകലതും, എന്നോടെതിരായി ചെയ്ത സകലതും ഞാൻ മറക്കുന്നു, പൊറുക്കുന്നു. The problem with many of us is we love the Lord very much. നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ അങ്ങ് കടന്നു സ്നേഹിക്കും. But to love our brothers is very tough. പക്ഷെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നമ്മുടെ സഹോദരങ്ങളോട് അത്രയ്ക്ക് അങ്ങ് പറ്റുമാനമില്ല. And finally we learned last Sunday, അവസാനമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് we have to grow in doing good. നമ്മൾ സൽപ്രവർത്തികളിൽ മുതിർന്നു വരിക. Galatians 6:9. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:9 നമ്മൾ അതാണ് വായിച്ചത്. We have to grow in doing good. നമ്മൾ സൽപ്രവർത്തികൾ ചെയ്തു വരുന്നതിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. Okay, now somebody is growing over here. ഇനിയിപ്പോൾ ഈ പറയുന്ന വളർച്ചയൊക്കെ പ്രാപിച്ച ഒരാളുണ്ടെന്ന് കരുതുക. He is growing spiritually day by day. ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിന്റെ തലയോളം വളർന്നുകൊണ്ടിരിക്കുന്നു. If you look into his life, you can see following marks or following things happening in his life. അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളർച്ചയുടെ പടവുകൾ താണ്ടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇനി പറയുന്ന ഗുണങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. The first thing what we'll see in a growing person is maturity. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ, ആ ദൈവ പൈതലിനെ കാണുന്നവർക്ക് ആദ്യം അനുഭവപ്പെടുന്നത് ഒരു പക്വതയായിരിക്കും. He become mature in Christ. ക്രിസ്തുവിൽ ആ വ്യക്തി പക്വത പ്രാപിച്ചിരിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. What does this mean? ഈ പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? No more childish nature in him. പക്വത പ്രാപിച്ച ഒരു വ്യക്തിയിൽ പിന്നീട് ഒരിക്കലും കുട്ടികളുടേതുപോലുള്ള ബാലിശമായ ശൈശവപ്രധാനങ്ങളായ ഒരു ചേഷ്ടകളും ഒരു പെരുമാറ്റവും ഒരു സംസാരവും കാണുകയില്ല. What is the childish nature? എന്താണ് ശിശു സഹജമായ ഒരു പ്രകൃതം എന്നൊക്കെ പറയുന്നത്? Apostle Paul in 1 Corinthians chapter 13 verse 11 he says, 1 കൊരിന്ത്യർ 13:11 പൗലോസ് സ്നേഹത്തെ പറഞ്ഞു വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. You know, when I was a child, I spake as a child, I understood as a child, I thought as a child, but when I became a man, mature, I put away all the childish things. ഒരു ശിശുവിനും ഒരു പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ വ്യക്തമായി തന്നെ തിരുവെഴുത്തിലൂടെ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. There are people who speak like child, ഇപ്പോഴും ശിശുവിനെ പോലെ സംസാരിക്കുന്നവരുണ്ട്, think like ശിശുവിനെ പോലെ ചിന്തിക്കുന്നവരുണ്ട്, you know, understand like child. ഒരു കാര്യം പറഞ്ഞാൽ ഒരു പൂർണ്ണ മനുഷ്യൻ ഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ വിട്ട് ഒരു ശിശു ഗ്രഹിക്കുന്ന അത്രയും താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. What is the childish nature in one word? എന്താണ് ശിശു സഹജമായ പ്രകൃതം എന്ന് പറഞ്ഞ ഒറ്റ വാക്യത്തിൽ അതിന് എന്താണ് പറയുക? Me first. അതെനിക്ക് ആദ്യം. കാരണം ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം അതെനിക്ക് കിട്ടണമെന്നുള്ളതാണ്. For me. കാരണം ആരെന്ത് പറഞ്ഞാലും അതാദ്യം എനിക്ക് വേണം. It's a me-centered life. കാരണം അത് ഞാൻ എന്ന് പറയുന്നൊരു അസുഖമുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. There are many Christians like that. അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരുണ്ട്. ആദ്യം എനിക്ക് വേണം, എൻ്റെ ആയിരിക്കണം. That's a childish nature. അതാണ് ഒരു ശിശു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആദ്യം ആക്രാന്തം കാണിക്കുക എന്ന് പറയില്ലേ. പക്വത വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് മാറിയേക്കും അല്ലേ. Let them have it. Counting others better than me
is a sign of maturity. Counting myself, I am better than others, is a childish nature. മറ്റുള്ളവനെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് ആരെണ്ണുന്നുവോ അവൻ ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചതാണ്. മറ്റുള്ളവർ എന്നേക്കാൾ മോശക്കാരാണ്, ഞാനാണ് മുൻപിൽ വരേണ്ടുന്നത്, മാന്യൻ ഞാനാണെന്നൊരു ചിന്ത വരുന്നെങ്കിൽ അവനാണ് ശിശു. ചൈൽഡിഷ് നേച്ചർ, ശിശു സഹജമായ പ്രകൃതം. Apostle Paul says, ഇത് പൗലോസാ പറയുന്നത് കേട്ടോ. When he is writing the Corinthians, he was pretty old in Christian life. At that time he says, there was a time in my life that I behaved like a child. പൗലോസാണ് ഈ പറയുന്നത്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ആത്മീകമായി ഇത്രത്തോളം പരിപുഷ്ടി പ്രാപിച്ച ആ പൗലോസാണ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഒരു കാലത്ത് എനിക്കും ഇങ്ങനൊരു അവസരമുണ്ടായിരുന്നു, ഇങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ശിശുവായിരുന്ന സമയം ശിശുവിനെ പോലെ ചിന്തിച്ച, ശിശുവിനെ പോലെ സംസാരിച്ച ബാലിശമായ ചില പ്രകൃതങ്ങൾ ഉണ്ടായിരുന്നു. The second childish nature is behavior without thought. അടുത്തത് ചിന്തിക്കാതെ അങ്ങ് പ്രവർത്തിക്കുക. They don't think twice. അതങ്ങനെ തന്നെയോ എന്നൊന്നും ചിന്തിക്കില്ല, വന്ന പടി ചന്തം. രണ്ട് പ്രാവശ്യം ചിന്തിക്കത്തില്ല. they immediately respond. കേൾക്കുന്ന ആൾക്ക് വേദനപ്പെടുമെന്നോ അവനെന്തോ ദുഃഖം ഉണ്ടാവുമെന്നോ അവനെ അത് ഞാൻ പറയുന്ന വാക്കുകൾ എത്ര ഹേർട്ട് ചെയ്യുമെന്നോ ഇത് they don't care all this. Immediately they will respond. പെട്ടെന്ന് നമ്മുടെ കേൾവിക്കാർക്ക് അത് വല്ലാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നോ ബുദ്ധിമുട്ടെന്നോ ഒന്നും നോക്കുന്നില്ല, കേട്ടതിനപ്പം തന്നെ മറുപടി പറയുക. As you grow mature, you have to put aside all this childish nature in you. നിങ്ങൾ പക്വത പ്രാപിക്കും തോറും ഇത്തരത്തിലുള്ള എല്ലാ ശിശു സഹജമായ ബാലിശങ്ങളായ എല്ലാ സ്വഭാവങ്ങളും നിങ്ങൾ മനഃപൂർവ്വം ഒരു വശത്തേക്ക് ഒതുക്കി മാറ്റും. The first sign of growth is maturity. വളർച്ചയുടെ ആദ്യത്തെ പ്രഥമമായ പ്രകടമായ അടയാളം എന്ന് പറയുന്നത് പക്വത എന്നുള്ളതാണ്. And God wants us to be mature in our Christian life. ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മളും പക്വതയുള്ളവരായി തീരണം എന്നുള്ളതാണ്. Please read the following scriptures and I will close my sermon. ഇനി ഞാൻ ഈ പറയുന്ന തിരുവെഴുത്ത് വായിക്കണം, അതിനുശേഷം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. That shows how much God wants us to be mature in our growth. നമ്മുടെ ഈ വളർച്ചയിൽ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ആത്മീക യാത്രയിൽ നമ്മൾ എത്രത്തോളം പക്വതയുള്ളവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. 1 John chapter 2 verse 6. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. All those who claim that I am abiding in Christ has to walk or has to live as he lived. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇവിടെ നടപ്പ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. We have to live like Christ. ക്രിസ്തു ജീവിച്ചതുപോലെ ഒരു ജീവിത ശൈലിക്ക് ഉടമകളായിരിക്കണം. That is a mature Christian life. അതാണ് പക്വത പ്രാപിച്ച ഒരു വിശ്വാസിയുടെ ലക്ഷണം. Ephesians chapter 4 verse 13. എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. There we read like this. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. Till we all come in the unity of the faith and of the knowledge of the Son of God unto the perfect man, unto the measure of the stature of the fullness of Christ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ്. Till we become mature in Christ, perfect in Christ. That's the purpose of the fivefold ministry in the body of Christ. ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കി വെച്ചിട്ടുള്ള ആ പഞ്ചവിധ ശുശ്രൂഷകളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും പക്വത പ്രാപിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണത പ്രാപിക്കണം എന്നുള്ളതാണ്. നീ ഗൾഫിൽ പോവോ, അമേരിക്കയിൽ പോവോ, എഞ്ചിനീയറെ കെട്ടുമോ എന്ന് പറയാനല്ല പ്രവാചകന്മാരെയൊക്കെ ദൈവം തമ്പുരാൻ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്.
God has appointed and given this fivefold ministry to bring you into the perfection of Christ. ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തേണ്ടുന്നതിന് വേണ്ടിയാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം നമ്മുടെ മധ്യം നടക്കേണ്ടുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർണ്ണത നമ്മൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ദൈവസഭയിൽ പ്രവാചകന്മാരെ ആക്കി വെച്ചിട്ടുള്ളത്. If that's not happening, he is not a prophet from the Lord. അങ്ങനെ ഒരു ആത്മീകമായ പരിണാമം നമ്മുടെ ജീവിതത്തിൽ ആ മനുഷ്യന്റെ ശുശ്രൂഷ കൊണ്ട് സംഭവിക്കുന്നില്ല എങ്കിൽ അവനെ ദൈവമാക്കി വെച്ച വ്യക്തിയേ അല്ല. He is a false prophet. അവനെയാണ് കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നത്. The prophets are appointed in the church to lead the church into the perfection of Jesus Christ. സഭയ്ക്കകത്ത് ദൈവം പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പൂർണ്ണതയായ അളവോളം നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ്. Not only the prophets, കേവലം പ്രവാചകന്മാർ മാത്രമല്ല, the apostles, അപ്പോസ്തലന്മാരും, the pastors, ഇടയന്മാരും, the teachers, the ഉപദേഷ്ടാക്കന്മാരും, evangelists, സുവിശേഷകന്മാരും, all these ministries are given to the church to take and make the church grow into the perfection of Jesus Christ. ഈ അഞ്ചുവിധ ശുശ്രൂഷകന്മാരെയും ദൈവം ദൈവസഭയ്ക്കകത്ത് നൽകിയിരിക്കുന്നത് ദൈവസഭയുടെ യഥാസ്ഥാനത്തിന് വേണ്ടിയും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പ്രാപിക്കേണ്ടുന്നതിനും വേണ്ടിയിട്ടാണ്. And the final scripture is from Romans chapter 8 verse 29. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. There also it says God wants the church to be perfect. നിശ്ചയമായും അവിടെയും പറയും നമ്മൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ്. And the scripture goes like this. ഇങ്ങനെയാണ് നമ്മൾ ആ വാക്യം വായിക്കുന്നത്. For whom he did foreknew, he also did predestinated and conformed to the image of his son, that he might be the firstborn among many brethren. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. That was the plan of God. അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. Each and everyone has to be conformed, or in Peter says to be the partakers of divine nature. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. പത്രോസ് മറ്റൊരു വിധത്തിൽ അത് ദൈവസഭയോട് പറയുന്നുണ്ട്, ദൈവത്തിന് കൂട്ടാളികളായി തീരുക എന്ന്. അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. That is maturity. അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുക. Every believer has to come to that, grow into that level. ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു വളർച്ചയിലേക്ക് ഓരോ വിശ്വാസിയും നിശ്ചയമായും നടന്നു കയറണം. What we have to do to grow to that level? അത്തരം ഒരു വളർച്ച നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? First you have to read the word of God. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് മായമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ധ്യാനിക്കണം. Secondly, you have to get rid of all the childish nature in you. രണ്ടാമത് എല്ലാ ശിശു സഹജമായ എല്ലാ സ്വഭാവങ്ങളെയും നമ്മുടെ ഈ ആത്മിക ജീവിതത്തിൽ നിന്നും നമ്മൾ തൂത്തുകളയണം. God willing, we will continue to learn these things in the next Sunday. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച നമ്മൾ ഇതിന്റെ തുടർമാനമായും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. Shall we stand in the presence of God? നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധാനം എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾ ആരും ഗൾഫിൽ പോയില്ലേലും നിങ്ങൾ ആരും വിദേശത്ത് പോയില്ലേലും എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങൾ ദൈവ സ്വഭാവമുള്ളവരായിട്ട് ജീവിക്കണം. നിങ്ങളാരും മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോയില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവ സ്വഭാവമുള്ളവരായിട്ട്, മെച്യൂർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പക്വതയുള്ളവരായി തീരുക. നിന്നെ കണ്ടാൽ പറയണം ഏതാണ്ട് കർത്താവിൻ്റെ രൂപമുണ്ടല്ലോ എന്ന് നിന്നിൽ. ഫാദർ, വി ജസ്റ്റ് താങ്ക് യു ഫോർ ദൈ വേർഡ്. പ്രിയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. താങ്ക് യു ഫോർ ദ വേർഡ്, അൺഅഡൾട്ടറേറ്റഡ് വേർഡ് ഓഫ് ഗാഡ് ദാറ്റ് യു ഹാവ് ഗിവൻ ടു അസ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് തന്ന അങ്ങയുടെ മായമില്ലാത്ത പരിശുദ്ധ വചനത്തിനായി സ്തോത്രം. Lord, help us, give us a desire to read thy word and grow in thy word. കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, വചനം പാനം ചെയ്യുവാൻ, വചനം ഭക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ. Lord, we make it as a purposeful choice in our life to study the word of God, to meditate the word of God, so that we can grow into the image of Christ. കർത്താവേ, അങ്ങയുടെ സ്വരൂപത്തോട് അടുത്തു വരുവാൻ, അങ്ങയുടെ തലയോളം വളരുവാൻ, അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാനും, അങ്ങയുടെ വചനത്തെ പാനം ചെയ്യുവാനും, അങ്ങയുടെ വചനത്തെ പഠിക്കുവാനും
ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങ് സഹായിക്കുമാറാകണമേ. All glory and honor and praise be unto you. സകലമാനവും മഹത്വവും ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ.